ഇന്ന് നമുക്കൊരു ട്യൂണ ഫിഷ് ഡ്രൈ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു ചെറിയൊരു ബോക്സ് ട്യൂണ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വെള്ളത്തിൽ ഉള്ള ട്യൂണയാണ്. അതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇത് രണ്ട് ടൈപ്പിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ചിലത് ഓയിലായിരിക്കും ഉണ്ടാവുക. ആ ഓയിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാം. ഇതിപ്പോൾ വാട്ടർ ആയതുകൊണ്ട് ഈ വാട്ടർ ഒഴിവാക്കിയ ശേഷം നമുക്ക് ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ട്യൂണ ഫിഷ് ഡ്രൈ ഫ്രൈ റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പച്ചമുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്യാൻഡ് ഫിഷ് ആയതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതുള്ള ആളുകൾ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി പൊടികളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് കൊടുത്ത് പൊടികളൊക്കെ നന്നായി വഴറ്റിയ ശേഷം ക്യാൻഡ് ട്യൂണ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് തീരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അതിനുള്ളിൽ തന്നെ ഇത് വെന്ത് വരുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ട്യൂണ ഫിഷ് ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.